അപ്പോൾ നമ്മുടെ ചാനലിലെ സെക്കൻഡ് ലോങ് വീഡിയോ ആണിത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഒരു അടിപൊളി പെൻ ഹോൾഡർ ഉണ്ടാക്കാമെന്നാണ്. ഇത് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് വെച്ചാൽ കാർഡ്ബോർഡ്, കോമ്പസ്, കളേഴ്സ്, പിന്നെ പേപ്പർ ഗ്ലാസ്, ലാസ്റ്റായിട്ട് ഫെവിക്കോൾ. അപ്പോൾ ആദ്യം തന്നെ കാർഡ്ബോർഡ് എടുക്കുക. എന്നിട്ട് പിന്നെ അതിൽ കുറച്ച് സർക്കിൾസ് വരച്ചു കൊടുക്കണം. അത് ഈ ഫ്ലവർ ഷേപ്പിലാണ് വരയ്ക്കേണ്ടത്. ഞാനിത് 2 സെൻറ്റിമീറ്ററിലാണ് ഓരോ സർക്കിൾസും വരച്ചെടുക്കുന്നത്. ആദ്യം ഒരു സർക്കിൾ വരച്ചിട്ട് അതിനെ തട്ടിക്കൊണ്ട് തന്നെ അടുത്ത സർക്കിൾ വരയ്ക്കുക. നിങ്ങളിത് കാണുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞു തരുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങൾക്കിത് കാണുന്ന മാതിരി ചെയ്യണതേ കാരണം. അങ്ങനെ സെൻറ്ററിൽ ഒരു സർക്കിളും അതിന് ചുറ്റുമായിട്ട് 6 സർക്കിൾസും വരച്ചെടുക്കണം. എന്നിട്ട് പിന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി ഒരു ഫ്ലവർ ഷേപ്പിൽ കിട്ടും. അത് 2 എണ്ണം വേണം. പിന്നെ നമ്മളെ മെയിൻ പരിപാടിയാണ് പെയിൻറ്റ് കൊടുക്കൽ. അപ്പോൾ ആദ്യം തന്നെ റെഡ് കളറാണ് കൊടുക്കുന്നത്. സെൻറ്ററിലെ സർക്കിൾ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ സർക്കിൾസിലും റെഡ് കളർ കൊടുക്കുക. ചില കാർഡ്ബോർഡിലൊക്കെ ഡയറക്റ്റായിട്ട് പെയിൻ്റ് അടിച്ചാൽ ബോറാവും. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ബേസായിട്ട് വൈറ്റ് പെയിൻറ്റ് കൊടുത്തിട്ട് പിന്നെ കളർ അടിച്ചാൽ മതി, അപ്പോൾ ഭംഗിയുണ്ടാവും. ഇതിന് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ റെഡ് കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2 കാർഡ്ബോർഡിലും സെൻറ്റർ ഒഴികെ ബാക്കിയുള്ള എല്ലാ സർക്കിളിലും പെയിൻ്റ് അടിച്ചെടുക്കുക. അടുത്തതായിട്ട് സെൻറ്ററിലെ സർക്കിളിലാണ് പെയിൻറ്റ് കൊടുക്കേണ്ടത്. സെൻറ്ററിൽ 2 കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റായിട്ട് യെല്ലോ കളറാണ് കൊടുക്കേണ്ടത്. യെല്ലോ കളർ ഫുള്ളായിട്ട് കൊടുക്കുക. ആ സർക്കിളിൽ ഫുള്ളായിട്ട് യെല്ലോ കളർ ആദ്യം തന്നെ അടിച്ചു കൊടുക്കുക. യെല്ലോ കളർ സെൻറ്ററിൽ അടിക്കുമ്പോൾ പുറത്തടിച്ച റെഡ് കളറിലേക്ക് ആവാതെ നോക്കാൻ ശ്രദ്ധിക്കുക. കാരണം അതായാൽ പിന്നെ 2ാം പണി എടുക്കേണ്ടി വരും. ഞാൻ തന്നെ യെല്ലോ കളർ അടിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക്, എന്നിട്ട് പിന്നെ റെഡ് കളർ ഒന്നും കൂടി അതിൻ്റെ ചുറ്റും അടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അങ്ങനെ 2 ഫ്ലവർ കാർഡിലും സെൻറ്ററിൽ യെല്ലോ കളർ അടിച്ചെടുക്കുക. പിന്നെ സെൻറ്ററിലെ സർക്കിളിൽ തന്നെ രണ്ടാമതായിട്ട് അടിച്ചു കൊടുക്കുന്ന കളറാണ് ഓറഞ്ച്. ഓറഞ്ച് കളർ എങ്ങനെ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അത് ഫുള്ളായിട്ട് ആ യെല്ലോ കളറിൻ്റെ മേലെ കൊടുക്കുകയല്ല ചെയ്യുന്നത്. അതിങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് യെല്ലോ കളറിൻ്റെ മേലെ ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ ആ യെല്ലോ കളറിൻ്റെ മേലെ ഫുള്ളായിട്ട് ഓറഞ്ച് കളർ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒരു ഫ്ലവറായിട്ട് തോന്നുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇനിയും ഇതിൽ കുറച്ചും കൂടി മിനുക്ക് പണിയൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ 2 ഫ്ലവർ കാർഡിലും യെല്ലോ കളറിൻ്റെ മേലെ ഓറഞ്ച് ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കൊടുക്കുന്നത് വൈറ്റ് കളറാണ്. വൈറ്റ് കളർ എവിടെ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ 6 സർക്കിളില്ലേ, ആ 6 സർക്കിളിൻ്റെ അറ്റത്തു കൂടിയാണ് വൈറ്റ് കളർ കൊടുക്കുന്നത്. അങ്ങനെ 6 സർക്കിളിലും അറ്റത്തു കൂടി വൈറ്റ് കളർ കൊടുക്കുക. 2 ഫ്ലവർ കാർഡിൻ്റെ അറ്റത്തു കൂടിയും വൈറ്റ് കളർ ചെയ്തെടുക്കുക. അതോടെ ഫ്ലവർ കാർഡുമുള്ള പണി കഴിഞ്ഞു. വെറും ഫ്ലവർ കാർഡ് മാത്രം പോരല്ലോ, ഇനിയാണ് മെയിൻ സാധനം വേണ്ടത്. ഈ പെന്നൊക്കെ ഇട്ട് വെക്കണമെങ്കിൽ അതിന് സെൻറ്ററിൽ എന്തെങ്കിലും വേണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുക്കുന്നത് പേപ്പർ ഗ്ലാസ് ആണ്. ഈ പേപ്പർ ഗ്ലാസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈ ബോക്സിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങുമല്ലോ, അതെടുത്താലും മതി, ആ ബോക്സ് എടുത്താലും മതി. ഞാൻ എന്നിട്ട് ആ പേപ്പർ ഗ്ലാസിൻ്റെ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഫ്ലവർ കാർഡ് എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ഒന്ന് ഫെവിക്കോൾ തേച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ അത് ആ പേപ്പർ ഗ്ലാസ്സിന്മേൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ തന്നെ മറ്റേ കാർഡുമേലും ഫെവിക്കോൾ തേച്ചിട്ട് ഗ്ലാസിൻ്റെ മറ്റേ അറ്റത്തും ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ 2 സ്റ്റിക്ക് ചെയ്തെടുക്കുക. അതോടെ പെൻ ഹോൾഡർ റെഡിയായി. ഞാനതിൽ കുറച്ച് പെന്നൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിഷ്ടം പോലെ പെന്നോ കളേഴ്സോ പെൻസിലോ എന്ത് വേണേലും വെച്ച് കൊടുക്കുക. അതോടെ സംഭവം റെഡിയായി. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.